ലോകം മുഴുവനുള്ള ആളുകൾ വിനോദസഞ്ചാരികളായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളം ശ്രദ്ധേയമായ ടൂറിസം കേന്ദ്രമായി മാറുന്നത്. ഇവിടെ ടൂറിസം വെറും കാഴ്ചകളുടെ ആനന്ദമല്ല, പുതിയ സംസ്കാരങ്ങൾ, പാരമ്പര്യം, പൈതൃകം എന്നിവ നേരിട്ട് അനുഭവിക്കുന്ന ഒരു യാത്രയാണ്. പച്ചപ്പും കായൽപ്പരപ്പുകളും മലനിരകളും ശാന്തമായ കടൽ തീരങ്ങളും സമൃദ്ധമായ സംസ്കാരവും ചേർന്ന് കേരളം സന്ദർശകർക്കൊരു അപൂർവ അനുഭവമാണ് നൽകുന്നത്. ടൂറിസത്തിന്റെ പുതിയ സാധ്യതകൾ കണ്ടെത്തി പ്രകൃതിയെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന ഒരു സുസ്ഥിര വികസന മാതൃകയ്ക്ക് രൂപം നൽകുകയാണ് ചെയ്തത്. അതിന്റെ ഫലം അത്ഭുതകരമായിരുന്നു. 2021 വെറും 75 ലക്ഷമായിരുന്ന ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം 2021 1,88,00,000വും 2023 സർവകാല റെക്കോർഡായ 2,18,00,000വും കുതിച്ചുയർന്നു. 2023 മാത്രം ടൂറിസം മേഖലയിലൂടെ കേരളം നേടിയത് 71,000 കോടി രൂപയുടെ റെക്കോർഡ് വരുമാനമാണ്. ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കുമ്പോഴും പ്രകൃതിക്ക് പോറലേൽപ്പിക്കാതെ തദ്ദേശീയ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേരള ടൂറിസത്തിന്റെ ഈ സുവർണ കാലഘട്ടത്തിന് പിന്നിൽ വ്യക്തമായ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന ടൂറിസം വകുപ്പിനും അതിന് ചുക്കാൻ പിടിക്കുന്ന മന്ത്രി PA മുഹമ്മദ് റിയാസിനും ഈ വിജയത്തിൽ നിർണായക പങ്കുണ്ട്. കോവിഡിനാന്തര ലോകത്ത് ടൂറിസത്തിന്റെ ഗതി മാറിയപ്പോൾ വെറും പരസ്യ പ്രചാരണങ്ങളിൽ ഒതുങ്ങാതെ കാരവാൻ ടൂറിസം, ഹെലി ടൂറിസം തുടങ്ങിയ നൂതന ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തെ ആഗോള സഞ്ചാരികൾക്ക് മുന്നിൽ ഒരു പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചു. വെറും പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് റെക്കോർഡ് വരുമാനവും സഞ്ചാരികളുടെ എണ്ണവും നൽകുന്ന ഫലങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യം. ഈ മുന്നേറ്റം കേരള ടൂറിസത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിന്റെ വ്യക്തമായ തെളിവാണ്. ഇവിടെയാണ് പിണറായി സർക്കാരിന്റെ കാഴ്ചപ്പാട് വ്യക്തമാകുന്നത്. കാരിയിങ് കപ്പാസിറ്റി എന്ന ശാസ്ത്രീയ രീതിയിലൂടെ ഓരോ വിനോദസഞ്ചാര കേന്ദ്രത്തിനും താങ്ങാനാവുന്നതിലധികം ഭാരം നൽകാതെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് വെറും ഒരു വരുമാന മാർഗമല്ല, ഓരോ ഗ്രാമത്തിന്റെയും ജീവിതവും സംസ്കാരവും ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാനുള്ള അവസരമാണ്. ടൂറിസത്തിലൂടെ ലഭിക്കുന്ന ഓരോ രൂപയും നാടിന്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ളതാണെന്ന് ഉറപ്പാക്കുന്ന ഒരു ക്ഷേമ സർക്കാരിന്റെ കയ്യൊപ്പ് ഈ മുന്നേറ്റത്തിൽ വ്യക്തമായി കാണാം. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കുള്ള ഓരോ യാത്രയും വെറും കാഴ്ചകൾ കാണലല്ല, മറിച്ച് ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു വികസന മാതൃകയെ അടുത്തറിയലാണ്.